ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കെച്ചപ്പിൻ്റെ പുതിയൊരു ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. നമ്മളിതിനു മുൻപ് ചെയ്തുകൊണ്ടിരുന്നത് ആ കിച്ചണിൻ്റെ ഇൻറ്റീരിയറിൻ്റെ മോഡലിംഗ് ആയിരുന്നു. ഇത് നമ്മൾ ടെക്സ്ചറും ലൈറ്റും ചെയ്തിട്ട് നമുക്ക് എങ്ങനെ റെൻഡർ ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം. അപ്പം എൻ്റെ പേര് സന്ദീപ്. വെൽക്കം ടു മൈ ചാനൽ ടു സ്പേസ് ഡിസൈൻ. അപ്പോൾ നമ്മൾ മോഡലിംഗ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ടെക്സ്ചർ ചെയ്യാം. ടെക്സ്ചർ വോളിനൊക്കെ സെയിം വൈറ്റ് കളർ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. സോ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് വോളിന് വൈറ്റ് മെറ്റീരിയൽ തന്നെ കൊടുക്കാം. ഒരു ഓഫ് വൈറ്റ് കൊടുത്താൽ മതി. അപ്പം ലൈറ്റ് വരുന്നിടത്ത് അതൊരു വൈറ്റ് ആയിട്ട് തന്നെ തിരിയും. നെക്സ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ കളർ എന്താണെന്ന് വെച്ചാൽ. പിന്നെ ഉള്ളത് ഈ ഭാഗം നമ്മുടെ പാനലുകളാണ്. സോ നിങ്ങൾ നേരത്തെ ഞാൻ ചെയ്ത ആ ഒരു ഇമേജ് ഒരു മിനിറ്റ് ഞാൻ ഓപ്പൺ ചെയ്യട്ടെ. ഇത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഇമേജ്. അപ്പോൾ ഇതിനകത്ത് കാണാൻ നിങ്ങൾക്ക് ഇവിടെ ഗ്രേ കളറാണ്. അതേപോലെ ഇത് വൈറ്റാണ്, ഇതും വൈറ്റാണ്, ഇതൊക്കെ ഗ്രേ ആണ്. സോ നമുക്ക് ഗ്രേ കളർ തന്നെ കൊടുക്കാം. ഇത് മിനിമൈസ് ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ. അതിനുശേഷം ഈ പാനലിന് ഗ്രേ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രേ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. കളർ M05 എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഇവിടെ അപ്ലൈ ചെയ്തു. പിന്നെ ഈ രണ്ട് എൻഡിലുണ്ട്. സോ ഈ രണ്ട് എൻഡിലും അതേ കളർ യൂസ് ചെയ്തു. ബാക്കിയൊക്കെ വൈറ്റ് ആണ്. അതേപോലെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെയ്തിട്ടുള്ള ഈ ഒരു പീസ് അത് ഗ്രേ ആണ്. ഇതും ഗ്രേ ആണ്. അതേപോലെ ഇതും. ശരിക്കും ഇത് ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്കിത് പ്ലെയിൻ ആയിട്ടും വെക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഡിഫറൻസിന് വേണ്ടി അങ്ങനെ ഇട്ടതേ ഉള്ളൂ. അതേപോലെ ഇവിടെ ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്, അതും ഗ്രേ കൊടുത്തു. പിന്നെ ഈ സ്ലാബ് ഇത് ഗ്രാനൈറ്റ് ആയിരിക്കും ഈ സ്ലാബ്. അതേപോലെ ഇതിൻ്റെ പുറകിൽ ഈ ഭാഗത്ത് ഒരു ടൈല് കൂടെ വരാനുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഓക്കെ. ഈ മാപ്പ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യട്ടെ. ഞാനിതിൽ ഉപയോഗിച്ച മാപ്പല്ല ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ വേറെ മാപ്പാണ്, അതിൽ വേറെ മാപ്പാണ്. മാപ്പൊക്കെ നിങ്ങളിഷ്ടം. ടൈലൊക്കെ നിങ്ങളിഷ്ടത്തിന് നിങ്ങൾക്ക് മാറ്റാം. ദെൻ ഇനി നമുക്ക് ഇതിന് വുഡ് കൊടുക്കണം. വുഡ് കൊടുക്കുന്ന നേരത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സാധാരണ എല്ലാവരും ഒരു വുഡ് എടുത്ത് അങ്ങനെ അങ്ങ് എല്ലാത്തിലും കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ കൊടുക്കരുത്. ഇതിപ്പോൾ നിങ്ങൾ ഇതിൽ വുഡ് കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്കായിരിക്കും ഇതിൻ്റെ പാറ്റേൺ വരിക. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേറെ ഹോറിസോണ്ടിക്കലും വേർട്ടിക്കലും ആയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ വുഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് സോറി ജലദോഷം പിടിച്ചു. മാപ്പ് ഇതിൻ്റെ അകത്ത് വുഡ് ഉണ്ടാവും. അതിൽ ഒരു വുഡ് സെലക്ട് ചെയ്യുന്നത്. ഇതിപ്പം ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഈ ഒരു വുഡ് തന്നെയാണ്. അപ്പം ഈ വുഡിൽ ഇത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഹോറിസോണ്ടലാണ്, പക്ഷേ ഇവിടെയും ഹോറിസോണ്ടലാണുള്ളത്. അല്ല, ഇവിടെയും വേർട്ടിക്കലാണ്, ഇവിടെയും വേർട്ടിക്കലാണ്. ശരിക്കും ഇവിടെ വേർട്ടിക്കലും ഇവിടെ ഹോറിസോണ്ടലാണ് വേണ്ടത്. സോ നമ്മൾ ഇവിടുത്തെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ടെക്സ്ചർ പൊസിഷൻ എടുത്തിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ഹോറിസോണ്ടലും ഇവിടെ വേർട്ടിക്കലുമാണ്. ഓക്കെ. അപ്പം അതേപോലെ ഈ ഒരു ഭാഗത്ത് ഇത് ഹൊറിസോണ്ടൽ ആയിരിക്കണം. സോ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ
ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഇത് സെയിം ഇവിടെയും കൂടി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഹൊറിസോണ്ടലായി മാറും. അവിടെ വെർട്ടിക്കൽ തന്നെ നിന്നോട്ടെ. അതേപോലെ ഇവിടെയും ഹൊറിസോണ്ടലൊക്കെ, ഇതിൻ്റെ ഉള്ളിലും എല്ലാം ഹൊറിസോണ്ടൽ. ഓക്കെ, ബാക്കിയൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഇതാണ് വുഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോഴാണ് ആ ഒരു ഒറിജിനാലിറ്റി കിട്ടുള്ളൂ. വുഡ് നമ്മൾ ഓരോ പാനൽ വെച്ച് അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഉണ്ടാവുക, ഇല്ലെങ്കിൽ എല്ലാം ഒരേപോലെ ഉണ്ടാവും. സോ നമ്മൾ വുഡിൻ്റെ റെഡിയായി. ഇനി നമുക്കിവിടെ നമ്മുടെ ടേബിളിന് ഗ്രാനൈറ്റ് കൊടുക്കണം. സോ ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം എഡിറ്റിൽ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ടെക്സ്ചർ മാപ്പിൽ നമ്മൾ മാർബിളിൽ പലതരം ഗ്രാനൈറ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഗ്രാനൈറ്റ് ചൂസ് ചെയ്യുക. അതിനുശേഷം ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ UVW മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രേഡിയൻ്റ് ഉണ്ടാവും. ഇതാണ് UVW. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ബോക്സ് മാപ്പിലേക്ക് മാറ്റുക. ഓക്കെ, ഇപ്പോൾ ഇത് വലുതാണ്. അത് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈലാവും. അതേപോലെ ബാക്ക് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ടൈലാവും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കുറക്കേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതിന് ആരോ പ്രസ് ചെയ്തിട്ട് ടൈൽ ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വേറൊരു മാപ്പ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. അതിൻ്റെ പേര് ഫ്രെഡോ ടൂൾ എന്നാണ്. ഫ്രെഡോ ടൂൾ ഡൗൺലോഡ് ചെയ്യുക. എക്സ്റ്റൻഷൻ വെയർ ഹൗസിലുണ്ട്, അല്ലെങ്കിൽ സ്കെച്ച് കേഷനിലുണ്ടാവും. ഫ്രെഡോ ടൂളിൽ ത്രൂ പെയിൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ത്രൂ പെയിൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഫസ്റ്റ് UV മാപ്പിംഗ് ഫോളോ ബൈ മെഷ് വിത്ത് പോസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓൾ കണക്റ്റഡ് എഡ്ജസിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഒറ്റ ഒരു ഫേസിൽ മാത്രമേ മാറുള്ളൂ. ഇതിൽ രണ്ടാമത്തേൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതല്ലേ രണ്ടാമത്തേത്, ഈ സാധനം UV മാപ്പ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഈവൻ ആയിട്ടുള്ള സർഫേസിൽ, ഇപ്പോൾ ഈ റൗണ്ടിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ്. ഇത് ഫ്ലാറ്റ് സർഫേസ് ആയതുകൊണ്ട് ഇത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഇത് ക്ലിയർ ആയി. നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ടൈലിംഗ് ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വട്ടം കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാൻഡിൽ വരും. അതിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഹൈറ്റ് കുറക്കാനും കൂട്ടാനും പറ്റും. സോ ഇങ്ങനെ നമുക്ക് ടൈൽ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇത് നമ്മുടെ ഓവൻ വേണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഗൂഗിളിൽ ഒരു ഓവൻ എടുക്കാം. ഇതിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തു. കാരണം ഞാൻ ഇതിനകത്ത് പെട്ടെന്ന് കണ്ടത് ഏതോ ഒന്ന് എടുക്കുകയാണ് ചെയ്തത്. ഞാൻ സേവ് ചെയ്തത് ഡെസ്ക്ടോപ്പിലുണ്ട്. ഉണ്ട്, ഞാൻ ചെയ്തതുണ്ട്. ഞാനിവിടെ അന്ന് ഇതേപോലെ തന്നെ എടുത്ത് വെച്ചാൽ ഇത്. സോ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാനൊന്നും വേണ്ട. ജസ്റ്റ് സെലക്റ്റിൽ ഇതെടുത്തിട്ട് ഇത് കോപ്പി ചെയ്യുക. സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ മെറ്റീരിയൽ, അതിനാണ് നമ്മൾ നേരത്തെ മെറ്റീരിയൽ കൊടുത്തു വെച്ചത്. സോ എഡിറ്റിൽ പോയിട്ട് മെറ്റീരിയൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിൽ അതേതാ മെറ്റീരിയൽ വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇതാണ്. അതിനുശേഷം ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്ചർ എടുക്കുക, പൊസിഷൻ എടുക്കുക. ഈ പൊസിഷൻ ഇവിടെ വെക്കുക. അതിനുശേഷം ഈ റൊട്ടേഷൻ ടൂൾ പിശിഞ്ഞ് ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഡ്രാഗ് ചെയ്തിട്ട് ആ വൈറ്റ് ഉള്ളിൽ പുറത്തേക്ക് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റായി. നമുക്കിതിന് മെറ്റീരിയലെല്ലാം ചേഞ്ച് ചെയ്യണം, അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെയുള്ളത് ഈ വൈറ്റാണ്. വൈറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് വൈറ്റ് മെറ്റീരിയൽ തന്നെ കൊടുക്കാം. അതിനുശേഷം ഈ മെറ്റീരിയൽ തന്നെ ഇതിനെല്ലാത്തിനും അപ്ലൈ ചെയ്യാം. ഇതിനും അതേപോലെ ഇത് രണ്ടിനും അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യത്തിൻ്റെ മെറ്റീരിയൽ കഴിഞ്ഞു. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഫ്ലോറ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് സെലക്ട് ചെയ്യുക. ഒന്നുമില്ല, ഇതിലൊരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട്
ഏത് മെറ്റീരിയൽ വേണ്ടെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അത് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ എനിക്ക് ഒരു കോൺക്രീറ്റ് എഫക്റ്റ് കൊടുക്കുന്നതാണ് ഇഷ്ടം. മാർബിൾ വേണ്ടെങ്കിൽ മാർബിൾ കൊടുക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കോൺക്രീറ്റ് എഫക്റ്റ് കുറച്ച് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനൊരു കോൺക്രീറ്റ് എഫക്റ്റാണ് കൊടുക്കാൻ പോകുന്നത്. ഇവിടുന്ന് ഞാനൊരു കോൺക്രീറ്റ് കൊടുത്തു. എന്നിട്ട് അതിനെ ഞാൻ ടെക്സ്ചറിൽ ഒന്ന് പൊസിഷൻ ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മൾ ടൈല് കൊടുത്തു. ഇനി ഇതിനുള്ള മെറ്റീരിയലാണ് കൊടുക്കേണ്ടത്. പിന്നെയുള്ള ഈ ഈ നമ്മുടെ വിൻഡോ, അതേപോലെ ഈ ചെയർ, ഇതിനൊക്കെ ഞാൻ ഓൾറെഡി മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് പഴയ വർക്കിൽ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് അറിയണ്ടെങ്കിൽ ഈ സിങ്കിൻ്റെ ഒക്കെ മെറ്റീരിയൽ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീറെ അസറ്റ് എഡിറ്റർ ഓൺ ചെയ്യുക. ഇതിൽ സെലക്റ്റിൽ ഈ ഐ ഡ്രോപ്പർ ടൂൾ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒബ്ജക്റ്റുകളൊക്കെ ഞാൻ ഡ്രൈവിലിടുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, എത്രയാണ് അതിൻ്റെ റിഫ്ലക്ഷൻ കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾ ഈ ഒരു ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിലേത് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. ഫാബ്രിക് ഇതിന് കൊടുത്തിട്ടുണ്ട്, ഫാബ്രിക് ഏതാണെന്ന് കാണാം. അതേപോലെ ഈ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ എന്താണ് മെറ്റീരിയൽ എന്ന് കാണാം. അപ്പം ഞാൻ തരുന്ന ഒബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ ഫൈൻഡ് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് നോക്കിയാൽ മതി. ഐ ഡ്രോപ്പർ ടൂൾ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഇതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലേതാണ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ രണ്ടാമത് അതിന് ഞാൻ മെറ്റീരിയൽ കൊടുത്തത് കൊണ്ടാണ് രണ്ടാമത് അതിന് മെറ്റീരിയൽ കൊടുക്കാത്തത്. കാരണം ഇത് അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു കളർ കൊടുക്കുന്ന സംഭവമാണുള്ളൂ. പിന്നെ ഓൾറെഡി എല്ലാ മെറ്റീരിയലും ഇതിൻ്റെ ഉള്ളിൽ പ്രീ ബിൽഡ് ഉണ്ട്. ഈ എയറോ ഇങ്ങോട്ടേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഓൾ മെറ്റീരിയൽ ഇവിടെ കാണാൻ പറ്റും. ബ്രിക്ക്, കാർ പെയിൻറ്റ്, എമിസേപ്പ്, ഫാബ്രിക്, ഫോം, ഗ്ലാസ് എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്നത് മാത്രം സെലക്ട് ചെയ്തിട്ടാൽ മതി. ഇനി നമുക്ക് കൊടുക്കാനുള്ള മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തറക്ക് നമുക്കൊരു ഫ്ലോറിന് നമുക്കൊരു മെറ്റീരിയൽ കൊടുക്കണം. സോ ഞാനിതൊന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ റിഫ്ലക്ഷനിൽ ഇതിനൊരു 50% വെച്ചു. അതേപോലെ ഇതിൻ്റെ ഗ്ലോസിനെസ് ഒരു 0.9 മാറ്റി. അതിന് ശേഷം ഈ ഡിഫ്യൂസ് തന്നെ കോപ്പി ചെയ്തിട്ട് ഞാൻ ബമ്പിലേക്ക് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ബമ്പ് എമൗണ്ട് ഞാനൊരു 0.20 മാറ്റി. ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്തത്. നമ്മളെ ഫ്ലോർ റെഡി. നെക്സ്റ്റ് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ മാപ്പിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഷോപ്പ് കൊണ്ടുപോയിട്ട് മാറ്റിയിട്ട് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി പവർ ഉണ്ടാവും നമ്മുടെ ബമ്പിന്. പിന്നെ ഞാനിത് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ലല്ലോ, ലൈറ്റിംഗ് അല്ല നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത്. സോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് മേലെ സീലിംഗ് വെക്കണം. ഓക്കെ, ഇതിലിനി മുകളിൽ സീലിംഗ് വെക്കണം. പിന്നെ നമുക്ക് ലൈറ്റിങ്ങും കൂടി നോക്കാം. ബാക്കിയൊക്കെ ഇതിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സീലിംഗ് എങ്ങനെയാണ് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ വെച്ചിട്ട് ഇവിടുന്ന് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഒരു തിക്നെസ് 10 സെൻറ്റിൻ്റെ ഒരു തിക്നെസ് കൊടുക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പാക്കി മാറ്റുക. എന്നിട്ട് ഈ മെറ്റീരിയൽ കോപ്പി ചെയ്തിട്ട് ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്യുക. കഴിഞ്ഞു, സംഭവമായി. ഇനി നമുക്കിതിൽ ക്യാമറ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തൽക്കാലം ഞാനിതൊന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുന്നത്. സോ ഈ ആളുടെ പൊസിഷൻ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ചുമരിൽ, അതായത് 1500 ഐ ലെവലിൽ വെച്ചിട്ട് ഈ ഭാഗത്തേക്ക്, അതായത് ഇവിടത്തേക്ക് നോക്കിയാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ഇവിടെ നിന്നിട്ട് നോക്കാം. സോ ഇങ്ങനെ ഉണ്ടാകും. നമ്മൾ കുറച്ച് താഴോട്ടേക്ക് വരിക. എന്നിട്ട് ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ വേർട്ടിക്കൽ ലൈനിൽ നോക്കിയാൽ മതി. ഇതിങ്ങനെ ചരിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ വീതി കൂടുതലും ഇവിടെ വീതി കുറവായിരിക്കും. ജസ്റ്റ് അത് രണ്ടും ഒരേപോലെ വരുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇപ്പം നമ്മൾ ക്യാമറ വ്യൂ കറക്റ്റാണ്.
മുകളിലത്തെ ഭാഗം നമുക്കൊന്ന് അൺഹൈഡ് ചെയ്യാം. എഡിറ്റിൽ അൺഹൈഡ് ഓള്. അപ്പം മുകളിലത്തെ ഭാഗം ക്ലോസ് ആയി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാമറ താഴോട്ടേക്ക് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇതിനെ കുറച്ചൊന്ന് പൊക്കി വെക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ക്യാമറ ക്രിയേറ്റ് ചെയ്യാം. ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ക്യാമറയായി, വ്യൂ ആയി, എല്ലാം ആയി. ഇനി നമുക്ക് ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് നോക്കാനുള്ളത്. സോ ഇനി നമുക്ക് ഇവിടെ മെറ്റീരിയൽ, ഗ്ലാസിൻ്റെ മെറ്റീരിയൽ കൊടുക്കണം. സോ ഈ ഗ്ലാസിൻ്റെ മെറ്റീരിയൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഗ്ലാസ്സിൽ തന്നെ തുടങ്ങാം. മെറ്റീരിയൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ മെറ്റീരിയൽ സെലക്റ്റഡ് ഒബ്ജക്റ്റിന് സീന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏത് മെറ്റീരിയൽ, ഈ മെറ്റീരിയൽ എവിടെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ആ ഒബ്ജക്റ്റുകൾ മാത്രം സെലക്ട് ആവും. അതിനുശേഷം ഗ്ലാസ്സിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെറ്റീരിയൽ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ടു സെലക്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ മെറ്റീരിയൽ ഇതിൽ സെലക്ട് ആവും. അപ്പോൾ അത് അസൈനായി. ഇതിലിപ്പോൾ ഗ്ലാസ് നമ്മൾ റെഡി. ഇനി നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഈ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും. അതിന് നമ്മൾ റിഫ്ലക്ഷൻ കൊടുക്കുക. 50% റിഫ്ലക്ഷനും 0.9% ഗ്ലോസിനെസ്സും കൊടുക്കുക. അപ്പോഴാണ് കുറച്ചൊരു ഗ്ലോസി കിട്ടുള്ളൂ. അപ്പം അതും റെഡി. അടുത്തത് ഈ വൈറ്റിൻ്റെതാണ്. വൈറ്റ് നമുക്ക് അതേപോലെ തന്നെ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിനും സെയിം 50% റിഫ്ലക്ഷനും ഒരു 0.9% അതിൻ്റെ ഗ്ലോസിനെസ്, 0.95. ഓക്കെ, ഇത്ര മതി. റിഫ്ലക്ഷൻ കൊടുത്തു. ബാക്കി ഇതിലൊക്കെ ഇനി ഇത് നമ്മുടെ ഓവനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഒന്നും മെറ്റീരിയലൊന്നും അസൈൻ അല്ല. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം റിഫ്ലക്ഷൻ മാത്രമാണ്. റിഫ്ലക്ഷൻ ഹൈ റിഫ്ലക്ഷനിലിടുക. അതേപോലെ ഈ റിഫ്ലക്ഷൻ IOR, അതായത് ഒരു മെറ്റാലിക് എഫക്റ്റ് കണ്ടിട്ട് ഇതിനെ 2.5 ചേഞ്ച് ആക്കി. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. ഗ്ലോസിനെസ് കുറക്കൊന്നും വേണ്ട. ഇത്രയും സംഭവമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൽ ലൈറ്റിംഗ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളൊന്ന് സേവ് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. അപ്പം ഫസ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ലൈറ്റ്, അപ്പം നമുക്കിതൊന്ന് റെൻഡർ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ടെസ്റ്റ് റെൻഡർ അടിക്കാം. റെൻഡർ ചെയ്യുമ്പോൾ വോയിസ് ബ്രേക്ക് ആവും ചില സമയം, അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ ഞാൻ പ്രോഗ്രസീവ് റെൻഡർ തന്നെയാണ് ഇടുന്നത്. പ്രോഗ്രസീവ് റെൻഡറിൽ ഇടുക. പിന്നെ എൻവയോൺമെൻറ്റ് ഞാനിപ്പോൾ തൽക്കാലം ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്തു. അതേപോലെ ലൈറ്റിങ്ങിൽ സൺലൈറ്റ് ഓഫ് ചെയ്തു. അതിനുശേഷം സെറ്റിങ്സിൽ ഗ്ലോബൽ ഇലുമിനേഷനിൽ ബ്രൂട്ട് ഫോഴ്സ് മാറ്റിയിട്ട് ഇറിഡിയൻസ് മാപ്പിലേക്ക് മാറ്റി. ഈ -3 എന്നുള്ളത് -0 മാറ്റി. ബാക്കിയൊക്കെ സെയിം തന്നെ, ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല. നമുക്ക് ഒരു ടെസ്റ്റ് റെൻഡർ അടിച്ച് നോക്കാം. റെൻഡർ ഔട്ട്പുട്ട് 800 മതി. നമുക്ക് ടെസ്റ്റിംഗ് ഒന്നുമില്ല, ഇരുടാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിൽ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ലൈറ്റ് ഈ ഇതിൻ്റെ അടിയിൽ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് നോക്കാം. സോ ഞാനത് ഒന്ന് സൂം ചെയ്തു. അതിനുശേഷം സ്ട്രിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒരു ഓഫ്സെറ്റ് വേണം. ഈ ലൈന് സെലക്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് മുന്നോട്ടേക്ക് വെച്ചിട്ട് ഞാനിതിനെ ഒന്ന് പുറകോട്ടേക്ക് എക്സ്ട്രൂഡ് ചെയ്തു. എന്നിട്ട് അവിടെയാണ് ഞാൻ ആ സ്ട്രിപ്പ് ലൈറ്റ് വരക്കാൻ പോകുന്നത്. സോ ഈ ഫേസ്, ടൈലിൻ്റെ ഫേസ് നമുക്കൊന്ന് മുകളിലേക്ക് മാറ്റാം. ഇവിടെ നമ്മുടെ ലൈറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പ്ലെയിൻ ലൈറ്റ് ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഈ പ്ലെയിൻ ലൈറ്റിൻ്റെ എമൗണ്ട്, ഓക്കെ, അത് നമ്മൾ ഈ അസറ്റ് എഡിറ്റർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ റെക്റ്റാങ്കിൾ ലൈറ്റ് എന്ന് കാണും. ഈ റെക്റ്റാങ്കിൾ ലൈറ്റിൽ ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്ക്
പല രീതിയിലും ലൈറ്റിങ് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ട് വാല്യൂയിൽ ചെയ്യാം, വാട്ട്സിൽ ചെയ്യാം. അത് ഓരോരോ എങ്ങനെയാണ് നിങ്ങൾ കൊടുത്തിട്ട് എന്താ പറയുക, ലൈറ്റ് കൊടുത്ത് ശീലാവുന്ന അതിനനുസരിച്ചിട്ടാണ് ശരിക്ക് നമ്മളിത് ആം, ശീലമാക്കുക. ചില ആൾക്കാർ യൂണിറ്റ് ഡിഫോൾട്ട് തന്നെ ഇടും, ചില ആൾ റേഡിയൻ പവറിലിടും. ഞാൻ ചിലപ്പോൾ റേഡിയൻ പവറിലാണ് ചെയ്യുക, വാട്ട്സ് വെച്ചിട്ട് ചെയ്യും, ചിലപ്പം ഈ ഡിഫോൾട്ട് തന്നെ ചെയ്യും. നമുക്കിത് ഡിഫോൾട്ടിൽ തന്നെ ചെയ്യാം, കാരണം ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നില്ല. ഞാൻ 120 ഓക്കെ, 120 ഈ കളർ മാത്രം ഞാൻ ഒരു 3000 റേഞ്ചിലേക്ക് മാറ്റി, അതായത് ഒരു വാം കളറിലേക്ക് മാറ്റി 3000ലേക്ക്. പിന്നെ ഇതിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഈ ഇൻവിസിബിൾ ഓൺ ചെയ്തു. പിന്നെ ഇതിൻ്റെ റിഫ്ലക്ഷൻ, അത് താഴെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യരുത് എന്നുള്ളതുകൊണ്ട് റിഫ്ലക്ഷൻ ഓഫ് ചെയ്തു. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. സോറി, ഇത് നമുക്ക് സീൻ 1ലേക്ക് പോകാം, അതായത് നമ്മുടെ ക്യാമറ വ്യൂവിലേക്ക് പോയിട്ട് നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് കാണാം ഇവിടെ മാത്രം നമ്മുടെ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറ സെറ്റിങ്സ് ഒന്ന് നോക്കാം. സെറ്റിങ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഈ അഡ്വാൻസ്ഡ് ക്യാമറ പ്രോപ്പർട്ടീസ്. ഇൻറ്റീരിയർ റെൻഡർ ചെയ്യുമ്പോഴെപ്പോഴും ഷട്ടർ സ്പീഡ് 50 മതി എന്ന് ഞാൻ ആദ്യ ഭാഗത്തുണ്ട്. 50 മുതൽ 80 വരെ മാത്രമേ ഷട്ടർ സ്പീഡിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കൊന്നുകൂടെ റെൻഡർ ചെയ്യാം. സോ ഇപ്പം നമ്മുടെ ലൈറ്റ്, ഇവിടുത്തെ ലൈറ്റ് ഏകദേശം ഓക്കെയാണ്. കുറച്ചും കൂടി പവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പവർ കൊടുക്കാം. പക്ഷേ നമ്മുടെ ഡേ ലൈറ്റിൻ്റെ ലൈറ്റ് വരുന്ന സമയത്ത് പിന്നെ ഇതിന് വലിയ എഫക്റ്റ് ഉണ്ടാവില്ല. സോ നമുക്ക് ഡേ ലൈറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് ഞാൻ ചെയ്യുന്നത് ഒരു ഡോം ലൈറ്റ്, ഈ ഡോം ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഇവിടെ പുറത്തൊരു ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡോം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഡോമിന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു എയറോ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ സൈഡിലേക്ക് ഒരു എയറോ കാണുന്നു. അതായത് ലൈറ്റ് ഈ ഒരു ഭാഗത്തേക്ക് ആണ് മെയിനായിട്ട് ഫേസ് ചെയ്യുക. അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം, കാരണം നമ്മുടെ ബിൽഡിങ് ഈ ഭാഗത്തിലുള്ള. ഇനി നമുക്ക് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ലൈറ്റിൽ ഡോം കാണാൻ പറ്റും. ഈ ഡോമിൽ കളർ ടെക്സ്ചർ, അതായത് HDRI മാപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലൈറ്റ് കൊടുക്കാൻ പോകുന്നത്. സോ ഞാൻ ടെക്സ്ചർ സ്ലോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് HDRI മാപ്പ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സൈറ്റ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കുറേ HDRI മാപ്പ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അത് ഡിസ്ക്രിപ്ഷനിലുണ്ട്, HDRI മാപ്പിൻ്റെ ലിങ്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സൈറ്റ്. അപ്പം അതിനകത്ത് എടുക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള HDRI മാപ്പ് ഇടാം. ഞാൻ ഇതേ മാപ്പ് യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന HDRI മാപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു HDRI മാപ്പ് എടുത്തു. ഡോമിൻ്റെ വോളിയം, ലൈറ്റിൻ്റെ പവർ ഞാനൊരു 5ലേക്ക് ചേഞ്ച് ചെയ്തു. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡോമിൻ്റെ 5 കൊടുത്തു. എന്ന് നമുക്ക് സീനിൽ വന്നിട്ട് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. അപ്പോൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പം ആ ലൈറ്റിൻ്റെ ഒരു പ്രകാശം മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്ക് എൻവയോൺമെൻറ്റിൽ നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടില്ല. സോ നമ്മൾ ഈ സെയിം ഡോം ലൈറ്റ് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇങ്ങനെ ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഇവിടുന്ന് ഇത് കോപ്പി ചെയ്തിട്ട് നമ്മൾ സെറ്റിങ്സിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഈ നമ്മൾ ചെയ്ത ആ ഡോം ലൈറ്റ് ഇൻസ്റ്റൻസ് ആക്കിയിട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്ത് അവിടെ എന്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും അത് ഇവിടെയും ചേഞ്ച് ആവും. അതുപോലെ ഇതിൻ്റെ GIയിലെയും നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇത് കൂടെ കൊടുക്കുന്നു. ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് 2ലേക്ക് മാറ്റി, GI എന്നുള്ളത് 2ലേക്ക് മാറ്റി. ഇനി നമുക്ക് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം.
ഓക്കെ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള എന്താണ് ഇതുകൊണ്ട് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിടെയെല്ലാം ശരിക്കും ഈ നമ്മളെ പുറത്തുനിന്ന് വരുന്ന ആ ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് എൻവോയ്മെൻ്റ് ഒരു എഫക്റ്റ് ഇവിടെയെല്ലാം കാണിക്കും. ഈ റിഫ്ലക്ഷനിലെല്ലാം ഈ പുറത്തുനിന്ന് വരുന്ന ഈ സ്കൈൻ്റെ ഒരു ടെക്സ്ചറൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ബ്ലാക്ക് ആയിട്ട് കാണുന്നത് കാണാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ ഡോം ലൈറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം ബ്ലാക്ക് കളറിൽ. ഈ ബ്ലാക്ക് കളറാണ് ഇവിടെയും കാണുന്നത്. അത് നമ്മൾ ഹെമിസ്ഫിയറിൽ കൊടുത്തതുകൊണ്ടാണ്. അത് മാറ്റിയിട്ട് നമ്മൾ സ്പിയറിലേക്ക് മാറ്റുക. എന്നിട്ട് കുറച്ചും കൂടി പ്രകാശം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ 5 എന്നുള്ളത് ഒരു 10ലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നല്ല വെളിച്ചം ഉണ്ടാവും. റെൻഡർ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് നല്ല പ്രകാശം ഇതിൻ്റെ ഉള്ളിലോട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഒരു ലൈറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ഇതിങ്ങോട്ടേക്ക് തിരിച്ചു. ഇനി നമുക്ക് ഈ ഡോറിൽ ഒരു ലൈറ്റ് കൊടുക്കണം. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഒരു വീറേ ലൈറ്റ് എടുത്തു. ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. സോ ഇത് പ്രസ് ചെയ്തിട്ട് കുറച്ച് പുറകിലേക്ക് വെക്കുക. അതിനുശേഷം ഇതിൻ്റെ പവർ ഒരു 150ലേക്ക് ചേഞ്ച് ചെയ്തു. 150ലേക്ക് ചേഞ്ച് ചെയ്തിട്ട് ഓപ്ഷനിൽ ഇൻവിസിബിൾ കൊടുക്കുക. അതേപോലെ റിഫ്ലക്ഷനും ഓഫ് ചെയ്ത് കളയുക. കാരണം മുന്നിൽ ഗ്ലാസ് ആണ്, ഈ റിഫ്ലക്ഷൻ വന്നിട്ട് ഇതിൻ്റെ അകത്ത് അടിക്കും. അപ്പം സീനിൽ വരിക. സീനിൽ വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. നല്ല വെളിച്ചമുണ്ട്. സോ നമുക്ക് കുറച്ച് അതിൻ്റെ വോളിയം ഒന്ന് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ 150 എന്നുള്ളത് നമുക്കൊരു 100ലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ റെൻഡർ ചെയ്യാം. ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച റെൻഡർ ഉണ്ട്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച റെൻഡർ. സിമിലർ മാച്ചിങ് ആണ്. പക്ഷേ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ ലൈറ്റ് അടിച്ച് കയറിയിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ. അപ്പം അതെന്തുകൊണ്ടാണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ സെക്കൻഡായിട്ടൊരു സാധനം കാണാം, ഫോഴ്സ് കളർ ക്ലാമ്പിങ്. നിങ്ങൾക്ക് കാണാം ഈ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഓവർ എക്സ്പോഷർ ആണ്. സോ നമ്മൾ ഇവിടെ എക്സ്പോഷറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈലൈറ്റ് ബേൺ എന്ന് പറഞ്ഞൊന്ന് കാണാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇത് കുറയുന്നത് കാണാം. ഓക്കെ, ഇപ്പോൾ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പോയി. ഇനി നമുക്കിതിൻ്റെ കോൺട്രാസ്റ്റ് കുറച്ചൊന്ന് കൂട്ടി വെക്കാം. അപ്പോൾ ഒരു ഡെപ്ത് നമ്മുടെ പിക്ചറിന് കിട്ടുന്നത് കാണാം. കണ്ട. പിന്നെയുള്ളത് ഇതിൻ്റെ അകത്ത് കർവാണ്. കർവ് നമ്മൾ ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യുന്ന പോലെ ഡാർക്കിലായിട്ടുള്ളത് കുറച്ച് ഡാർക്കായിട്ടും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമുക്ക് ഈ ലൈറ്റ് ഇവിടെ ശരിക്ക് ജനൽ ഇവിടുത്തെ വരികയുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ലൈറ്റ് ഒരു പ്ലെയിൻ ലൈറ്റ് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കണം. സോ ഞാൻ നേരത്തെ നമ്മൾ ചെയ്ത അതേ ടെക്നിക്ക് തന്നെ ഒരു പ്ലെയിൻ ലൈറ്റ് ഇങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്തതിന് ശേഷം ആ പ്ലെയിൻ ലൈറ്റ് ഒന്ന് ഇതിന് ഈ നമ്മുടെ ഈ ചെടിക്ക് വരുന്ന രീതിയിൽ വച്ചിട്ട് കുറച്ചൊന്ന് മുന്നോട്ടാക്കിയിട്ട് അതിനൊരു 30 തന്നെ മതി. 30 തന്നെ മതി. ഡിഫോൾട്ട് ആയിട്ട് കൊടുക്കുക. ഇൻവിസിബിൾ കൊടുക്കുക. റിഫ്ലക്ഷൻ ഓൺ ചെയ്ത് വെച്ചേക്ക്. റിഫ്ലക്ഷൻ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സീനിൽ വന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം.
ഇവിടെ കുറച്ച് വെളിച്ചത്തിൻ്റെ കുറവുണ്ട്. സോ നമുക്ക് ആ ഒരു ലൈറ്റും 100-ൽ തന്നെ മാറ്റാം. എന്നിട്ട് റെക്റ്റാങ്കിൾ ലൈറ്റ് ഒരു 50-ലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. കാരണം രണ്ടും 100 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂമിൽ ഭയങ്കര വെളിച്ചമായി പോകും. ഓക്കെ ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഒന്ന് മുന്നോട്ടേക്ക് ചെറുങ്ങനെ മൂവ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് കൊടുക്കാം. കാരണം ഈ ലീഫിൽ അത് അടിച്ചാൽ മാത്രമേ ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ റെൻഡർ ചെയ്ത് വെച്ച പിക്ചറും ഇതും തമ്മിൽ നോക്കിയാൽ മതി. ഓക്കെയാണ്. നമ്മൾ ഈ ഗ്ലാസിൻ്റെ സൈഡിൽ മാത്രം നിങ്ങൾക്ക് കാണാം ഇവിടെ വേറൊരു റിഫ്ലക്ഷൻ, ഒരു എൻവോയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പല ട്യൂട്ടോറിയലും ചെയ്തിട്ടുള്ളത് തന്നെയാണ്. നമ്മൾ ഔട്ട്സൈഡിൽ ഒരു പ്ലെയിൻ വെച്ചിട്ട് ഒരു മെറ്റീരിയൽ കൊടുക്കുന്നതാണ്. അത് എങ്ങനെ കൊടുക്കുന്നത് നോക്കാം. എന്നിട്ട് നമുക്ക് ഫൈനൽ റെൻഡർ അടിക്കാം. അതിൽ ഇവിടെ ഈ ലൈറ്റ് അതേപോലെ ഇത് കുറച്ച് ഒന്നും കൂടി നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതും കംപ്ലീറ്റ് ആയി. ബാക്കിയൊക്കെ റെഡിയാണ്. നമുക്ക് അങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ ഒരു കുറച്ച് ദൂരത്തോട്ടാക്കി വെക്കുക, അടുത്ത് വെക്കരുത്. കുറച്ച് ദൂരത്തോട്ടാക്കിയിട്ട് ഇവിടുന്ന് ഒരു പ്ലെയിന് വരക്കുക. അതേപോലെ ആ പ്ലെയിന് ഈ ലൈനിൻ്റെ ഒരു കോപ്പി എടുത്ത് നേരെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 ലൈന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലെയിന് വരും. ഓക്കെ, ഇവിടെ ഈ പ്ലെയിനിൽ നമുക്കൊരു മാപ്പ് അപ്ലൈ ചെയ്യാം. ഇവിടെ നിങ്ങൾ ഈ മാപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈറ്റ്, ഈ ടെക്സ്ചർ ഇതിൽ കാണാൻ പറ്റും. ഈ മെറ്റീരിയലിൽ ഇതിൽ എമിസീവിലേക്ക് മാറ്റുക. ഇവിടുന്ന് എമിസീവിലേക്ക് ചേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് മാപ്പ് സെലക്ട് ചെയ്തിട്ട് ബിറ്റ് മാപ്പ് ചൂസ് ചെയ്യുക. അതിനുശേഷം ആ ബിറ്റ് മാപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിറ്റ് മാപ്പ് ഉപയോഗിക്കാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച ഈ ബിറ്റ് മാപ്പാണ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ബിറ്റ് മാപ്പ് ഞാൻ ടൈൽ ചെയ്തിട്ടില്ല. സോ ഇത് സെലക്ട് ചെയ്തിട്ട് ടെക്സ്ചറിൽ പൊസിഷൻ എടുക്കുക. എന്നിട്ട് ആ പൊസിഷൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് വെക്കുക. അപ്പോൾ എനിക്കിതിൻ്റെ താഴ്ഭാഗം ഇത് മനസ്സിലാവുന്നില്ല. ഇതൊരു കുട്ടനാടൻ ഔട്ട്സൈഡാണ്. പക്ഷേങ്കിൽ നമുക്കിത് ഈ വെള്ളമൊന്നും കാണണ്ട. നമുക്ക് നേരെ താഴോട്ടേക്ക് മൂവ് ചെയ്യാം. നേരെ താഴോട്ടേക്ക് മൂവ് ചെയ്തിട്ട് നമുക്ക് ഈ മുകൾ ഭാഗം മാത്രം മതി. അപ്പോൾ അതൊന്ന് ആ ലീഫൊക്കെ ഒന്ന് കാണുന്ന രീതിയിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇനി ഈ ഈ ഭാഗം കാണണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ശരിക്കും കാണുക. ഈ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ഇവിടെയാണ് കാണുക. നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിനെ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചാൽ, കാരണം ഗ്ലാസ് ആ ഭാഗത്താണ് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ
ആഹ്, എന്താ പറയുക, ഇൻറ്റൻസിറ്റി. ഈ നമ്മളിപ്പോൾ കൊടുത്തതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് നോക്കാൻ ഒരു 3 അല്ലെങ്കിൽ 4 അത്രയേ ഉള്ളൂ. 3 അല്ലെങ്കിൽ 4 കൊടുത്താൽ മതി. 3 കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പം കാണുന്നില്ല. സോ നമുക്ക് ഇത് ആദ്യം ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം വ്യൂവിൽ വരിക. അപ്പം നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ആണ് പുറത്ത്. ഇനി നമുക്ക് ഇവിടെ നിന്നിട്ട് എന്നിട്ട് മൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ അവിടെ വെക്കാം. ഇനി നമുക്ക് ഒന്ന് റെൻഡർ ചെയ്യാം. കുറച്ച് ഒന്ന് മൂവ് ചെയ്യണം. നമുക്കൊന്ന് മൂവ് ചെയ്യാം. ഇത് മതി. ഇതിനെ നമുക്കൊന്ന് പുറകോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് പുറകോട്ട്. ഓക്കെ, നമുക്കൊന്നും കൂടി റെൻഡർ ചെയ്യാം. നമുക്ക് താഴോട്ടേക്കില്ല, നമുക്ക് സ്കെയിൽ ചെയ്യണം അതിനൊന്ന്. സോ ഞാനിതിൻ്റെ പുറത്തേക്ക് വന്നിട്ട് ആ പിക്ചറിനൊന്ന് സ്കെയിൽ ചെയ്യാണ്. ഡൺ. നമുക്ക് റെൻഡർ ചെയ്യാം. ഓക്കെയാണ്. നമുക്കിനി ഈ ഇവിടുത്തെ കോവുലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അതൊന്ന് കൂട്ടി വെക്കണം. ഇപ്പം നമ്മൾ കൊടുത്തിട്ടുള്ളത് 120 ആണെങ്കിൽ ഒരു 180ലേക്ക് മാറ്റാം. പിന്നെ അതേപോലെ ഇവിടെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ലൈറ്റും കൂടി വെക്കണം. സോ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്പോട്ട് കാണുന്ന പോലെ അവിടുന്ന് ആ ഒരു ലൈറ്റ് വേണ്ടിയിട്ട് മാത്രമാണ്. ജസ്റ്റ് ഇവിടുന്ന് ഒരു റെക്റ്റാങ്കിൾ ലൈറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ റെക്റ്റാങ്കിൾ ലൈറ്റ് ഇതിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്യുക. റെക്റ്റാങ്കിൾ പിന്നെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റിങ്സ് ലൈറ്റ് എടുക്കുക. ഈ 30 എന്നുള്ളത് ഒരു 60ലേക്ക് ചേഞ്ച് ചെയ്യുക. പിന്നെ ഓപ്ഷനിൽ പോയിട്ട് ഇൻവിസിബിളും റിഫ്ലക്ഷനും ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ലൈറ്റിൻ്റെ കളറ് ശരിക്ക് ഒരു 4500 ആ റേഞ്ചിൽ വെച്ചാൽ മതി. ഒരു വാം കളർ വരുന്ന രീതിയിൽ സീനിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ ഓൾറെഡി റെൻഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഭാഗം മാത്രം, ഈ ഒരു ഏരിയ മാത്രം ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് അടി നോക്കാം. അത് വരുന്നത്
സോ നമ്മൾ ലൈറ്റിംഗ് ഒക്കെ പ്ലേസ് ചെയ്തു, എല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് ഫൈനൽ റെൻഡർ അടിക്കാൻ പോവാണ്. ഫൈനൽ റെൻഡർ അടിക്കുന്നതിന് മുന്നിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ വീറേ ഡീനോയിസർ ഓൺ ചെയ്യുക. വീറേ ഡീനോയിസർ ഓൺ ചെയ്തതിന് ശേഷം ബാക്കി ഇതിലൊന്നും ചേഞ്ചസ് ഇല്ല. ഞാൻ 0 എന്നുള്ളത് -3 മാറ്റി വെച്ചായിരുന്നു. അത് എൻ്റെ റെൻഡറിങ് സ്പീഡ് കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇതിലെല്ലാം വേറെ എമൗണ്ടിലാണ് ആവുന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇമേജ് വിത്ത് ഹൈറ്റ് ഞാനിവിടെ 2800 കൊടുത്തു. അതിന് പ്രൊപ്പോർഷണലി അതിൻ്റെ ഹൈറ്റും ചേഞ്ച് ആയിട്ടുണ്ടാവും. ബാക്കി ഒന്നും ചേഞ്ചസ് ഇല്ല, ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കിതിൻ്റെ ഫൈനൽ റെൻഡർ അടിക്കാം. ഒരു കാര്യം വിട്ടുപോയി, ഇതിന് മെറ്റീരിയലിന് വീറെ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് അതിന് ശേഷം റിഫ്ലക്ഷനിൽ ഇതിന് ഒരു 90% മാക്സിമം കൊണ്ടുപോവുക. അതിന് ശേഷം ഇതിന് കുറച്ചൊന്ന് ബ്ലർനെസ് കൊടുക്കുക. എന്നിട്ട് ഈ മാപ്പ് കോപ്പി ചെയ്തിട്ട് അതേപോലെ തന്നെ ബമ്പിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് ഇതിനെ 0.30 ചേഞ്ച് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫൈനൽ റെൻഡർ അടിക്കാം. ഇത്രയേ വേണ്ടുള്ളൂ. ഓക്കെ.